ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ സെപ്റ്റിക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാതെ തന്നെ നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ നമ്മൾ തേച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ചെയ്തിരിക്കുന്നത് 6 ഇഞ്ച് കട്ട വെച്ചിട്ട്, അതായത് സോളിഡിൻ്റെ 6 ഇഞ്ച് കട്ട വെച്ചിട്ട് കെട്ടിയിരിക്കുന്നു. സെപ്പറേഷൻ ഒരു 4 ഇഞ്ചിൻ്റെ കട്ട വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അത് 3 കോളങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 കോളങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർഫ്ലോ ആണ് വരുന്നത്. അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് മൂന്നാമത്തെ നാലാമത്തെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കോളം കൂടെ ആക്കിയിട്ടിട്ട് നമുക്കൊരു നാലാമത്തെ കോളമാക്കാൻ ചെയ്യാം. ഏകദേശം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം 1 മീറ്റർ വരാവുന്ന രീതിയിലാണ് അതിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത്. വീതി ഏകദേശം 1 മീറ്റർ വീതി വരുന്നുണ്ട്. ഏകദേശം 1 മീറ്റർ താഴ്ച, 1 മീറ്റർ താഴ്ച വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളം വരുന്നതിന് നിങ്ങൾക്ക് തന്നെ കൂട്ടി അറിയാൻ പറ്റും. 4 അറകൾ അല്ലെങ്കിൽ 3 അറകൾ വരുമ്പോൾ 3 മീറ്റർ ലെങ്ത്തിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഓരോ സെക്ഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യത്തെ 2 സെക്ഷൻ കണ്ടോ, ആദ്യത്തെ 2 സെക്ഷൻ തമ്മിൽ താഴെയാണ് ലിങ്കിങ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സെക്ഷൻ, അത് 2 അറകൾ കഴിഞ്ഞ് മൂന്നാമത്തെ അറകളിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് താഴ്ത്തി കൊടുത്തിരിക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെപ്റ്റിക് വർക്ക് ചെയ്യുന്നെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലെയറിൽ നിന്നും രണ്ടാമത്തെ ലെയറിലേക്ക് അടിവിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആ വെള്ളം ഒരേ ലെവലിലാണ് കിടക്കുന്നത്, ഒരേ ലെവലിൽ കിടക്കുന്നു. പിന്നെ അതിൽ നിന്ന് വരുന്ന മുകളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ സെപ്റ്റിക്കിൽ ഒഴിക്കുന്നത്, അതായത് ക്ലോസറ്റിൽ നിന്ന് ഒഴിക്കുന്ന വെള്ളം 4 ഇഞ്ച് വന്നതിന് ശേഷം ആ സെപ്റ്റിക്കിൽ വന്ന് വീഴുന്ന സമയത്ത് ആ വീഴുന്ന വെള്ളം എത്രയാണോ അത്രയും വെള്ളം തന്നെ പുറത്തേക്ക്, അതായത് മൂന്നാമത്തെ ലെയറിലേക്ക് പോകുന്നു. അതിന് മുന്നൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഏകദേശം അത്യാവശ്യം വെള്ളം ഫുള്ളായിട്ട് നിറച്ചിടണം. സെപ്റ്റിക്കിൽ അത്യാവശ്യം ഫുള്ള് വെള്ളം നിറച്ചിട്ടിട്ട് വേണം ഇതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓവർഫ്ലോ ആണ്. ഈ ഓവർഫ്ലോ വെക്കുന്നതിന് ഒരു കാര്യമുണ്ട്. നാലാമത്തെ ലെയറിലേക്ക് ഓവർഫ്ലോ കുഴി വീഴുന്നതിന് കണ്ട ഓവർഫ്ലോ ഇതിലേക്ക് വീഴുന്നത്. ഇത് രണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്ന് കുളിക്കുന്നതും ഒന്ന് കുളിക്കുന്നതിന് വേണ്ടി സിങ്കിനും വേണ്ടി സെപ്പറേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ച് വരുന്നത് അത് എത്രയാണോ 4 ഇഞ്ച് ഇന്ന് വരുന്നത് ഈ കുഴിയിലേക്കാണ് വരുന്നത്. ഈ കുഴിയിൽ നിന്നും വേണ്ട അതിൻ്റെ പൈപ്പിൻ്റെ താഴെ എടുക്കുക. 4 ഇഞ്ച് പൈപ്പിൻ്റെ താഴെ നിന്ന് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം സ്പിരിറ്റ് ലെവൽ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ അല്ലെങ്കിൽ ലെവലോസ് വെച്ച് കറക്റ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം അപ്പുറത്ത് ഏറ്റവും അങ്ങേയറ്റത്ത് നമ്മൾ ഓവർഫ്ലോ വയ്ക്കുന്നതിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ 4 ഇഞ്ചിൽ നിന്നും 2 ഇഞ്ച് താന്നാണ് ഓവർഫ്ലോൻ്റെ പൈപ്പ് പുറത്തേക്ക് പോകേണ്ടത്. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. അതായത് ആ 4 ഇഞ്ച് പൈപ്പ് നമ്മൾ ഇടുന്നതിൻ്റെ അടിവശത്ത് നിന്നും 4 ഇഞ്ച് പൈപ്പ് നിൽക്കുന്നതിൻ്റെ ഈ 4 ഇഞ്ച് പൈപ്പ്, അതായത് ഇന്ന് വന്ന 4 ഇഞ്ച് പൈപ്പിനേൽ 2 ഇഞ്ച് താന്നാണ് ഔട്ട് വരുന്ന 4 ഇഞ്ച് പൈപ്പ് പോവേണ്ടത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗം, സെൻറ്ററിൽ വരുന്ന ഇതിപ്പോൾ രണ്ടെണ്ണം തമ്മിൽ അടിയിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ വരുമ്പോൾ ഇവിടെയാണ് ലിങ്കിങ് വരുന്നത്. ഈ ലിങ്കിങ് വരുന്നത് അതായത് ഇന്ന് വരുന്ന 4 ഇഞ്ച് പൈപ്പിൽ നിന്ന് 1 ഇഞ്ച് താന്നാണ് അതിൻ്റെ രണ്ടാമത്തെ അറ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഈ അറ വരുന്നത്. അതായത് ഈ അറയിൽ 1 ഇഞ്ച് താന്നിരിക്കും, ഇപ്പുറത്ത് വരുമ്പോൾ വീണ്ടും 1 ഇഞ്ച് താന്നിരിക്കും. അപ്പോൾ 2 ഇഞ്ച് താന്ന് ഔട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റഫായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് വാട്ടർ പ്രൂഫ് സിസ്റ്റം ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.